ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഷോ പീസ് ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൂടാതെ നമുക്കൊന്നെങ്കിൽ കളർ പേപ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെയിന്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതിലേതെങ്കിലും ഒന്നും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ ഒരു ടൂത്ത് പേസ്റ്റിന്റെ ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ബോക്സ് തന്നെ വേണമെന്നില്ല കേട്ടോ, ടൂത്ത് പേസ്റ്റിന്റെ ബോക്സ് തന്നെ ആവണമെന്നില്ല. വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെഡിസിൻസ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ ബോക്സ് കിട്ടുമല്ലോ, കാർഡ്ബോർഡ് ബോക്സ്, അതുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ നിന്നും ഒരു 7 സെന്റിമീറ്റർ വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം തുറന്നു പോകാതെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ സ്റ്റാപ്ലർ അടിച്ചു വെക്കുകയാണ്. നമുക്ക് ഗം വെച്ചൊട്ടിക്കോ അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇനി മറുഭാഗം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്തില്ലേ മുകൾ ഭാഗം, അത് തന്നെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അത് ഉണങ്ങാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു ബോക്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബോക്സ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇതില്ലാത്ത കാരണം ഞാനത് ടൂത്ത് പേസ്റ്റിന്റെ ബോക്സ് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിവിടെ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ പ്രസന്റേഷൻ പൊതിയുന്ന പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള വെഡിങ് ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ഉൾഭാഗത്ത് ഞാൻ പെയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഉൾഭാഗത്ത് കളർ പേപ്പർ ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വേറൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിൽ നിന്നും 3 റൗണ്ട് ഷേപ്പിൽ 3 പീസസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇതേപോലെ 3 റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പൊ ഞാനത് ബ്ലൂ കളർ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വാഷി ടേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോൺ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിതൊന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്നത് ഭംഗിയാക്കി എടുക്കാം. ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂസ് പേപ്പേഴ്സ് ആണ്. ഈ ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. നമുക്കൊരു 4-5 എണ്ണം ആവശ്യമുള്ളൂ കേട്ടോ, അധികമൊന്നും ആവശ്യമില്ല. ഇനി ഞാനിത് ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ ഇതേപോലെ ചുരുട്ടിയെടുത്താൽ മതി. അപ്പം നമുക്ക് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ.
അപ്പം ഞാൻ വേറൊരു ന്യൂസ് പേപ്പറിന്റെ പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ വെച്ച് നോക്കാം. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് അതിന്റെ പാകത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാം. അപ്പം ഞാനിതിൽ അളവൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ അളവൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പം നമ്മളിത് വെച്ച് നോക്കി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്കിത് ഇതേപോലെ അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ ഉടുപ്പുമ്പോഴൊക്കെ, പഴയ ഉടുപ്പുമ്പോഴൊക്കെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഒട്ടിക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൽ നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ശരിക്കുള്ള ഒറിജിനൽ ഫ്ലവേഴ്സ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദിവസം മാറ്റി വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോപ്പീസാണ് കേട്ടോ. ഇതേപോലെ സൈക്കിൾ മോഡൽ ഉണ്ടാക്കുന്ന കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരണം. ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി കാണിക്കാം കേട്ടോ. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അയച്ചു തരേണ്ടത്. അപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അയച്ചു തരേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മടിക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.